ഹലോ. ഇതിപ്പോൾ ഇപ്പം റിവ്യൂ ചെയ്യുന്നത് റിവ്യൂ അല്ല, ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ലൈഫിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കണം തോന്നിയിട്ട് പറയാം. എൻ്റെ ഒപ്പം നല്ലതായിട്ട് പറയാനും അത്യാവശ്യം മോശമായിട്ട് പറയാനുള്ള സിറ്റുവേഷൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇന്നിപ്പോൾ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിലുള്ള കേരളത്തിൽ ഉള്ള ഇപ്പോൾ മെയിൻ പ്രശ്നം ഇപ്പോൾ കോവിഡ് ഉയർന്നിരിക്കുകയാണ്. അത് കോവിഡ് മാത്രമല്ല, മഴയാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാടൊക്കെ ഭൂരിഭാഗം ജില്ലയിൽ റെഡ് അലേർട്ട് ആയിരിക്കുമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഞാനൊരു 3-4 ദിവസം ഫാമിലിയായിട്ടും പിന്നെ ഞങ്ങളുടെ കസിൻസുമായിട്ടും എല്ലാവരും കൂടി ചേർന്നിട്ട് ഉടുപ്പി മൂകാംബിക്ക് ട്രിപ്പിന് പോയി. വെള്ളിയാഴ്ച രാവിലെ എങ്ങോട്ടാണ് പോയത്. ഞങ്ങൾ എല്ലാം അവിടെ പോയി സമാധാനം പ്രാർത്ഥിച്ച് അവിടെ പോയി താമസിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ച് വരുമായിരുന്നു. അപ്പോൾ മഴ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയതിനേക്കാൾ ഏറ്റവും റിസ്ക് ആയിരുന്നു തിരിച്ച് വന്നപ്പോൾ. തിരിച്ച് ഞങ്ങൾ ബോർഡർ കടക്കുന്നവരെ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ബോർഡർ കടന്നു കഴിഞ്ഞ ശേഷം കേരളത്തിൽ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. മിനിഞ്ഞാന്ന് പോയി അവസാനം കണ്ണൂരെത്തി. കണ്ണൂരിൽ ബൈപ്പാസും കിടന്നുള്ള മക്കേനി എന്ന് പറഞ്ഞൊരു ടൗണുണ്ട്. കണ്ണൂരിൻ്റെ അകത്തുള്ളൊരു ടൗണാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് വെച്ചൊരു ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. രണ്ട് ദിവസം മുന്നേ ഉണ്ടായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായി. ദൈവഭാഗ്യത്തിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. വേറൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ വന്നവരെ ഒന്ന് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു, വഴി തെറ്റല്ലെന്ന് വിചാരിച്ചിട്ട്. കാരണം ഞങ്ങൾക്ക് GPS മാപ്പ് റൂട്ട് വഴി നോക്കി ചെയ്യാമെന്ന് ചോദിച്ചാൽ നെറ്റ് ഇഷ്യൂസ് കാരണം ഞങ്ങളെ കൂടെ വന്നവരെ അവരുടെ കാർ ഫോളോ ചെയ്തായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കണ്ടെയ്നർ വന്ന് അതിൻ്റെ ഇടയിൽ ഓവർടേക്ക് ചെയ്ത്, അവനാണെങ്കിൽ സൈഡിൽ നിന്നില്ല. അപ്പോൾ ഞങ്ങളൊന്ന് കയറാൻ നോക്കിയതാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇപ്പുറത്ത് നല്ല മഴയായിരുന്നു. ആ സമയത്ത് സൈഡ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ വണ്ടി ഡിവൈഡറിലിട്ട് കയറി തട്ടി. വണ്ടി ഞാൻ കയറിപ്പോയി. ആ നിമിഷം ഒരു സത്യം പറഞ്ഞാൽ പേടിച്ചതാണ് ഞങ്ങളെല്ലാം. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ കണ്ട നാട്ടുകാർ അത്ര നല്ല കൂലിച്ചൊരിയുന്ന മഴയായിരുന്നു. നല്ല ഭയങ്കര മഴ, ഇടിവെട്ട് മഴയൊക്കെ ആയിരുന്നു. ആ സമയത്ത് അവിടെയുള്ള കണ്ണൂരുള്ള ആ കണ്ട നാട്ടുകാരൊക്കെ തന്നെ ഭയങ്കര സഹകരണം, ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. ഒട്ടും പരിചയമില്ലാത്ത അന്യനാട്ടിൽ വന്ന് നമുക്ക് ഇത്ര ഹെൽപ്പ് ചെയ്തു. ഞങ്ങളുടെ വണ്ടി പൊക്കി തന്നു. ഞങ്ങൾക്ക് വേണ്ടി വണ്ടി സർവീസ് ചെയ്യാനായിട്ടുള്ള ആളെ വിളിക്കാൻ ഫോൺ നമ്പർ തന്നു. വേണ്ട സൗകര്യങ്ങൾ ഒരുപാട് ചെയ്തു തന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഡിവൈഡറിൽ കയറിയപ്പോൾ ഞങ്ങളുടെ കാറ് KV 100 ആയിരുന്നു, മഹീന്ദ്രയുടെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ടയറിനൊന്ന് ഡാമേജ് ആയി. എൻ്റെ ലോവർ വാമും പിന്നെ ആക്സിലേറ്ററും ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വണ്ടി അവിടെ നിന്ന് അനങ്ങാൻ പറ്റാണ്ടായിരുന്നു. ഇത് മിനിഞ്ഞാന്ന് മക്കേനി എന്ന് പറഞ്ഞ സ്ഥലത്ത് വൈകിട്ട് എങ്ങാണ്ട് ഒരു 7-7:30 നടന്ന സംഭവമായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കുറേ പേര് വിളിച്ച് കുറേ മണിക്കൂറുകൾ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ പറഞ്ഞു കഷ്ടകാലത്തിന് അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അന്ന് ഒരുപാട് സർവീസൊക്കെ ഓൾറെഡി നേരത്തെ അടിച്ച്. അപ്പോൾ പിറ്റേന്ന് ചെയ്യാനാണ് പറ്റിയിരുന്നു. നോക്കിയപ്പോൾ ഞങ്ങൾ അന്ന് കണ്ണൂരിലുള്ളൊരു റെസിഡൻസിയിൽ പോയി സ്റ്റേ അടിച്ച്. പിറ്റേന്ന് വണ്ടി ശരിയാക്കാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പാർട്സ് കിട്ടാൻ വലിയ പണിയായിരുന്നു. കാരണം ഈ മഹീന്ദ്രയുടെ KV 100 എന്ന് ഒരുപാട് ഇപ്പം ഓൾറെഡി എൻ്റെ സർവീസ് നിർത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ പാർട്സ് കിട്ടാൻ ഒരു ടൈം പിടിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് തിങ്കളാഴ്ച ഉച്ചയായപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവിടെ നിന്ന് പുറപ്പെട്ടപ്പോഴും തിരിച്ച് വന്നപ്പോഴും ഒടുക്കത്തെ മഴയായിരുന്നു. ഈ മഴ കാരണം ഉണ്ടായ സംഭവമാണ് ഇത്രയും വേറിട്ടൊരു അനുഭവം ലൈഫിൽ ഉണ്ടായിട്ടില്ല. പിന്നെ അതിൽ എനിക്ക് ആകെ പറയാനുള്ള കുറച്ച് നല്ല കാര്യം എന്ന് വെച്ചാൽ, ഒട്ടും പ്രതീക്ഷയില്ലാതെ ഞങ്ങളെ സഹായിച്ചു തന്ന
കണ്ണൂരിലുള്ള അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ ഹെൽപ്പിങ് അസ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഇത്ര ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിൽ നടന്നൊരു വേറിട്ടൊരു അനുഭവമാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാരണം, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ എന്തിനാണ് പറഞ്ഞത്. വേറൊന്നും കൊണ്ടല്ല, അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മഴയൊക്കെയാണ്. ഇപ്പം ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് നടന്ന സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുകയും ചെയ്തതാണ്, ഇത് ഇഷ്ടംപോലെ അവിടെ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, പലരും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടി എന്തുകൊണ്ട് മറിയാത്തത് ദൈവഭാഗ്യം കൊണ്ടും വേണ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയും കൊണ്ടുമാണ് ഞങ്ങൾക്ക് ഒന്നും പറ്റാണ്ട് പോയതെന്ന്. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. ഇന്ന് ഇതിനെപ്പറ്റി ഒരു ന്യൂസ് കേട്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ സപ്പോസ് ഞങ്ങൾ അന്ന് രാത്രി തിരിച്ചു പോകുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അന്ന് ഇതിനപ്പുറം വലുതായിരിക്കും മിക്കവാറും സംഭവിക്കുക. കാരണം എന്ന് വെച്ചാൽ അന്ന് രാത്രി മലപ്പുറത്ത് വെച്ച് ഇതുപോലെ കുറേ വണ്ടി മറിഞ്ഞ് ആക്സിഡൻ്റൊക്കെ ആയി. പ്രശ്നമൊന്നുമില്ല, ഈ ഇടിവെട്ടും മഴ പെയ്യുന്നതാണ് ഇതന്നെ, ഈ റെയിൻഫോൾ പ്രശ്നം തന്നെയാണ് എല്ലാ പ്രശ്നം. നന്ദിയുണ്ട് എല്ലാത്തിനും. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഈ ഇപ്പം സമയം അത്ര നല്ലതല്ല. ഈ മഴക്കാലത്ത് ഈ ദൂരയാത്ര, അറ്റ്ലീസ്റ്റ് ഈ മലയോര പ്രദേശത്തുള്ള ഈ യാത്ര അധികം ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്. ഞാൻ നിങ്ങളിത് പാനിക്കാക്കുന്നുമില്ല. ഒരു ജാഗ്രത പുലർത്തണം എല്ലാവരും നന്നായിട്ട്. അത്രേ ഉള്ളൂ. ബി സേഫ് ആൻഡ് സ്റ്റേ സേഫ് അറ്റ് ഹോം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.